ഹായ് എവ്രി വൺ, വെൽക്കം ടു യാസി ലോഞ്ച്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓറിയോ ഐസ്ക്രീം സ്റ്റിക്സ്. ഇതുണ്ടാക്കാൻ നമുക്ക് ഐസ്ക്രീമിന്റെ കണ്ടെയ്നേഴ്സോ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാണ്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ ഓറിയോ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടാക്കാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാലിന്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് പാലിന്റെ ബോക്സ്. ഇതിന് ഞാൻ സെന്റർ കട്ട് ചെയ്തിട്ട് 2 കണ്ടെയ്നേഴ്സ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 500 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിക്കായി വന്നു കഴിയുമ്പം അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഷുഗർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടുതൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം ഓൾറെഡി ഷുഗർഡ് ആയതുകൊണ്ട് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. നമ്മുടെ മിക്സ് റെഡിയാണ്. ഇനി ഇതിലേക്കുള്ള ഓറിയോ ബിസ്ക്കറ്റ്സ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിലിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ക്രഷ് ചെയ്യുന്നത്. നമുക്കിതിനെ പൊടിയായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കടിക്കാനുള്ള ഒരു പരിവാണ് വേണ്ടത്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഫുള്ളാണ് ഞാനെടുത്ത് ക്രഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതും ഇതിലേക്ക് മിക്സ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ 2 കണ്ടെയ്നറും ഈ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്യാണ്. ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തു. ഇനി ഇതിലേക്ക് ചെറിയ മാർക്കിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്സ് കുത്താനുള്ള മാർക്കിങ്സ് ആണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് മാർക്കിങ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഫുള്ള് താഴെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നവരെ ഇതിനെ അമർത്തി കൊടുക്കുക. അങ്ങനെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു 8 hours ഫ്രീസറിൽ വെക്കുക. ഓക്കെ, ഇത് 8 hours കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനെ. നമ്മുടെ ഐസ്ക്രീം റെഡിയാണ്. അപ്പൊ അതിന് സൈഡ് ബോക്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഐസ്ക്രീം സ്റ്റിക്സും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും സെപ്പറേറ്റ് ചെയ്തെടുത്തു. നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്സ് ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, നല്ല രസമായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കണ്ടെയ്നേഴ്സ് ഒന്നും തപ്പി നടക്കണ്ട. ഒരു പാലിന്റെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഷുഗർ കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഇപ്പം കോട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. കമന്റ്സ് എന്നെ അറിയിക്കുക. താങ്ക് യു. ബൈ ബൈ.